me crazy just looking at it. Combing your hair with your hand gives me feelings I don't understand. Combing your hair with your hand gives me feelings I don't understand. You do this thing when you're biting your lip, it's driving me crazy just looking at it. You know me better than I know myself. I don't wanna live in a world without you. You do this thing when you're biting your lip, it's driving me crazy just looking at it. You know me better than I know myself. I don't wanna live in a world without you. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വില്ലേജ് സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ ബാക്കിയിരിക്കുന്ന നമ്മുടെ ATV ക്വാഡ് ബൈക്ക് ഉണ്ടല്ലോ, ആ ക്വാഡ് ബൈക്കിൻ്റെ അപ്ഡേഷനാണ്. നമ്മുടെ ട്രൈക്കിനെ കട്ട് ചെയ്ത് പണിഞ്ഞ് ക്വാഡ് ബൈക്ക് ആക്കിയിരിക്കുകയാണ്. ഇപ്പം അവസ്ഥ വളരെ പരിതാപകരമാണ്. ഞാൻ ബാക്കിലോട്ട് കാണിച്ചു തരാം ഇങ്ങനെ എന്തിൻ്റെ അവസ്ഥ ആകുന്നുണ്ടല്ലോ. ബോഡി വർക്കും കാര്യങ്ങളൊക്കെ ഇപ്പോഴും പെൻഡിങ്ങിലാണ്. സാധനങ്ങൾ കുറച്ച് കിട്ടാനില്ല. നമ്മുടെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ പാർട്സ് കിട്ടില്ല, പാർട്സ് ഉള്ളപ്പോൾ പൈസ ഉണ്ടാവില്ല, അതാണ് അവസ്ഥ. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ ആമും കാര്യങ്ങൾ സെറ്റ് ചെയ്തത്, എങ്ങനെയാണ് ഇതിനെ 4 വീലം നിർത്തിച്ചത്, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിന്ന് വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായം നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. വണ്ടിയുടെ മറ്റ് പാർട്ടുകൾ, അതായത് ഈ വണ്ടി എങ്ങനെയാണ് ഈ രൂപത്തിലേക്ക് ആയെന്നുള്ള എല്ലാ പാർട്ടുകളുടെയും ഒരു കളക്ഷൻ ആക്കിയിട്ട് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ കാണാത്തവർ അതും കൂടെ പോയി ഒന്ന് കണ്ടിട്ട് വരിക. അപ്പോൾ നമുക്ക് ടൈം കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ വണ്ടി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കേട്ടോ. അപ്പം വിഷമത്തോടു കൂടി ആണെങ്കിലും സാരമില്ല, നമുക്ക് ശരിയാക്കാം. നമുക്ക് നല്ലൊരു ബെറ്ററായിട്ടുള്ളൊരു വണ്ടി നമുക്ക് നോക്കാം. കാരണം കേരളത്തിലെ റോഡിൽ ഇപ്പം നമ്മൾ ചെയ്തേക്കുന്ന ട്രൈക്ക് പറ്റത്തില്ല ഒരു കണക്കിൽ നോക്കിയാൽ. കാരണം എല്ലാം ചെറിയ റോഡുകളും കുഞ്ഞു വളവുകളൊക്കെയാണ്. നമുക്ക് വലിയ വളവുകളൊക്കെയാണെങ്കിൽ സുഖമായിട്ട് എടുത്തുകൊണ്ട് പോകാം. പക്ഷേ മറ്റു രീതി അങ്ങനെയല്ല. നോർമൽ ഒരു 3 വീലർ കാട്ടിനേക്കാളും നീളമുള്ളത് കൊണ്ടും ഇനിയിപ്പോൾ നീളം കുറച്ചാലും പ്രശ്നം മാറില്ല. കാരണം നീളം കുറച്ചാലും നമ്മൾ ചെയ്ത പവർ ട്രാൻസ്മിഷനിൽ നമുക്ക് ചേഞ്ചസ് വരുത്തേണ്ടി വരും. അതായത് MPT, മോഷൻ പവർ ട്രാൻസ്മിഷൻ. അപ്പോൾ അതിന് മാറ്റം വരുത്തേണ്ടി വരും. അത് മാറ്റം വരുത്തി കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഫുൾ ഒടിയൂല. വണ്ടി നമുക്ക് ഫുൾ ഒടിഞ്ഞ് കിട്ടില്ല, ബെൻഡേ കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം നമ്മൾ ഈ ഒരു വീലിൻ്റെ ഈ ഒരു സ്പോക്കിൻ്റെ വർക്കിങ്ങിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ട് ഫ്രണ്ടിൽ നമ്മൾ 2 വീൽ അടി ചെയ്യാണ്. ഓട്ടോറിക്ഷയുടെ വീലാണ്. കുറച്ച് വൃത്തി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിങ്ങനെ തന്നെയാണെങ്കിൽ ഇതേ വീല് തന്നെ നമ്മൾ ബാക്കിലടിക്കും. ബാക്കിലപ്പം ഒരു സൈഡിൽ തന്നെ 2 എണ്ണം വരുന്ന രീതിയിലായിരിക്കും ചെയ്യുന്നത്. സ്റ്റെബിലിറ്റി, ഫ്രിക്ഷൻ, ട്രാക്ഷൻ, ഈ 3 സാധനം സൂപ്പറായിട്ട് നമുക്ക് ഈ ഒരു ആക്സിലിൽ നമുക്ക് കിട്ടും. ഹേ ഗൈസ്, ദിസ് ഈസ് വില്ലേജ് ജീനിയസ് അഗെയിൻ. വണ്ടിയുടെ വർക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. നമ്മളിപ്പം ആം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ ആമെന്ന് പറയുന്നത്. നമ്മളിതിലാണ് വീല് കൊടുക്കുന്നത്. അപ്പോൾ ആമിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വിനോദ് ചേട്ടായുണ്ട് കേട്ടോ. നമ്മളിവിടെ വിനോദ് ചേട്ടയാണ് എല്ലാ വർക്കിലും നമ്മളെ സഹായിക്കുന്നത്, എല്ലാം ചെയ്തു തരുന്ന പുള്ളിയാണ്. ഇവിടെയും തന്നെ ആമിൻ്റെ വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ഞാനിപ്പം 3 ദിവസമായിട്ട് ഇതിൻ്റെ പുറകെയാണ്. ക്ലാസ്സിൻ്റെ ഒരു വിടും. അപ്പോൾ അത് കഴിഞ്ഞ് വീല് വെക്കണം. വീല് വെച്ചിട്ട് ഇതിൻ്റെ സ്റ്റിയറിംഗ് സിസ്റ്റം ഒന്ന് അലൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ വെൽഡ് ചെയ്തിട്ട് കണ്ണിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാണാൻ പറ്റുന്നുണ്ടോ അറിയത്തില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ കിട്ടുന്നത്. അപ്പോൾ വണ്ടി കണ്ടല്ലോ. അപ്പോൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ബാക്കി വിഷ്വൽസ് ഞാൻ കവർ ചെയ്ത് ഇപ്പോൾ തന്നെ അയക്കാം. കാരണം നമുക്കൊരു ഇഞ്ച് നേരം പോലും വെറുതെ ഇരിക്കാൻ നേരമില്ല. കാരണം ചില സമയത്ത് കറണ്ട് പോകും, എന്തെങ്കിലും അങ്ങനെ വിഷയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പണി നടക്കുകയില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്തെടുക്കുന്ന വണ്ടിക്കുള്ള സ്റ്റിയർ ഹബ്ബ് സിസ്റ്റമാണ്. വീൽ ഹബ്ബും സ്റ്റിയറിനുള്ള ഒരു സിലിണ്ടർ യൂണിറ്റുമാണ് ഇപ്പോൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കാണുക അതെങ്ങനെയാണ് ചെയ്തെടുത്തേക്കുന്നതെന്ന് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഡൗട്ടുകളൊക്കെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ. വണ്ടി അങ്ങനെ 4 വീലിൽ നിപ്പിച്ചിട്ടുണ്ട്. സിംഗിൾ ആമാണ്. അതിന് ടോപ്പിലായിട്ട് നമ്മളൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ സപ്പോർട്ടിൽ നിന്ന് നേരെ സസ്പെൻഷനുമായിട്ട് ജോയിൻ്റ് അടിച്ചേക്കുവാണ്. അപ്പോൾ ഇപ്പോൾ ഈ കൊടുത്തേക്കുന്ന ഈ ഒരു ആമിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് പ്രോപ്പറല്ല, ഇംപ്രോപ്പറാണ്. കാരണം വേറൊന്നുമല്ല, ഈ മാരുതി 800 വരുന്ന പോലെ സിംഗിൾ ആം കൊടുത്തു കഴിഞ്ഞാൽ അത് പോവാതിരിക്കാൻ നമുക്കതിനൊരു ജോയിൻ്റ് റാഡ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ആമിൽ നമ്മൾ ചേഞ്ചസ് വരുത്തും. ഇപ്പോഴല്ല, അത് വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും.
ഇപ്പോൾ ഈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റിയറിംഗ് സിസ്റ്റം നമ്മൾ ചെയ്തെടുക്കുവാണ്. സ്റ്റിയറിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ സൈക്കിളിൻ്റെ നമ്മുടെ ഹീറോ സൈക്കിളിൻ്റെ സ്റ്റിയറിംഗ് അല്ല ഹാൻഡിൽ യൂണിറ്റ് സിലിണ്ടറായിട്ട് കട്ട് ചെയ്തെടുത്ത് കൊടുത്തേക്കാണ്. ഇപ്പോൾ വണ്ടി നല്ല ലുക്കായിട്ടുണ്ട്. ഫ്രണ്ടിൽ വലിയൊരു വീല് നമ്മൾ കൊടുത്തുകൊണ്ട് വീല് നമുക്ക് ഇനിയും സൈസ് അനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ബിനോയ് ചേട്ടൻ വെൽഡ് ചെയ്യട്ടെ. നമ്മുടെ വെൽഡിങ്ങിൻ്റെ പരിപാടിക്കൊക്കെ ബിനോയ് ചേട്ടനാണ് കേട്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി വരുന്ന വർക്ക് എന്താണെന്ന് വെച്ചാൽ സസ്പെൻഷൻ്റെ അലൈൻമെൻറ്റ് കുറച്ചുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. അതാണ് ഇനി വരുന്ന വർക്ക്. Close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways. And on we'll go. വെൽഡിംഗ് ഗ്ലാസ്സിലൂടെ എങ്ങനെയാണ് ആർക്ക് കാണുന്നതെന്ന് പലർക്കും ഡൗട്ടുണ്ടാവും. ഇത് ഇങ്ങനെയാണ് വെൽഡിംഗ് ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആർക്ക് കാണുന്നത് കേട്ടോ. ആർക്കെന്ന് വെച്ചാൽ വോൾട്ടേജ് ഇങ്ങനെ ചാടുന്നതാണ് ആർക്കെന്ന് പറയുക. ഇങ്ങനെയാണ് നമ്മൾ ആർക്ക് വെൽഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇത് എല്ലാവർക്കും ഒരു പുതിയ അറിവായിരിക്കാം. പലരും ഇതിനെപ്പറ്റി അങ്ങനെ ആലോചിക്കാറില്ല. അപ്പോൾ ഇങ്ങനെയാണ് വെൽഡ് ചെയ്യുന്ന ആൾക്കാർ ആ വെൽഡിങ്ങിനെ കാണുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ചെയ്യുന്നത് ATVൻ്റെ സ്റ്റിയർ സിസ്റ്റമാണ്. നമ്മൾ ഗോ കാർട്ട് സ്റ്റിയറിംഗ് ആണ് ചെയ്യുന്നത്. അതിപ്പം എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഒരു ഷാഫ്റ്റുകൾ രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ നേരത്തെ വീല് ബെൻഡാവുന്ന രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ നമ്മുടെ വണ്ടിക്കുള്ള ഹെഡ്ലൈറ്റ് ഒന്ന് അഴിച്ചെടുക്കുകയാണ്. ട്രൈക്കിൻ്റെ ഹെഡ്ലൈറ്റ് മാറ്റി നമുക്ക് ആ ATVക്ക് ഒന്ന് സെറ്റ് ചെയ്യണം. അതിനുള്ള ക്ലാമ്പും കാര്യങ്ങളൊക്കെ ഒന്ന് വെൽഡ് ചെയ്ത് വെക്കാനുള്ളതാണ്. അപ്പം ഇതൊന്ന് സെറ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം നമുക്ക് ഇവിടുന്ന് തന്നെ വെൽഡ് ചെയ്ത് ബോക്സ് ഒന്ന് അടുപ്പിച്ച് വെക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. വളരെ ചെറിയ ചെറിയ വർക്കുകൾ ഇപ്പോൾ ഞാൻ തീർത്തിട്ടുള്ളൂ. വണ്ടി നമുക്ക് എങ്ങനെ ഒരു കൂടെയൊക്കെ എടുക്കണം. അത് കഴിഞ്ഞ ഉടനെ നമുക്കൊരു ഓഫ് റോഡ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നടക്കുകയാണെങ്കിൽ നമുക്ക് ഓഫ് റോഡിൻ്റെ വീഡിയോ ചാനൽ വരുന്നതായിരിക്കും. വണ്ടി ഇപ്പം ലാക്ക് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വണ്ടിക്ക് ആമ് ഞാനിപ്പോൾ ചെയ്തെടുത്തിരിക്കുന്ന ആമിൻ്റെ സ്ട്രെങ്ത് പോരാ. അപ്പോൾ ആം ഒന്ന് ചേഞ്ച് ചെയ്യണം. സ്റ്റിയറിംഗ് സിസ്റ്റം ഒന്ന് പക്കയാക്കണം. അതാണ് ഞാൻ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന പരിപാടി. അപ്പോൾ അതൊക്കെ ഉടനെ ചാനൽ വരുന്നതായിരിക്കും. എത്രത്തോളം പെട്ടെന്ന് പണി തീർക്കാൻ പറ്റുമോ അത്രത്തോളം പെട്ടെന്ന് പണി തീർക്കാനാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് നേരത്തെ ചെയ്യാം. അപ്പോൾ തുടർന്നും ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ലഭിക്കുവാൻ വില്ലേജ് ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ഇനിയും ഇതുപോലെ നല്ല കണ്ടന്റ് കിട്ടും, നല്ല വീഡിയോ കിട്ടും. വീണ്ടും പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ വില്ലേജ് ജീനിയസ് സൈനിങ് ഔട്ട്.